പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയാണ് എനിക്ക് പുറകെ കടന്നു വരുന്നത്. കുട്ടികൾ ഇസ്രായേലിൻ്റെ ഭീകര താണ്ഡവമാടിയപ്പോൾ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ പ്രതീകാത്മക മയ്യത്തടക്കം കയ്യിലേന്തിക്കൊണ്ട് നെതന്യാഹുവിനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ് കടന്നു വരുന്നത്. ഇതിന് പിറകിൽ കാണാം നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഈ റാലിയിൽ അണിനിരക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഗാന്ധി ജയന്തി കൂടിയാണ്. ആ ഒരു ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഇങ്ങനെ ഒരു റാലിക്ക് മുസ്ലിം യൂത്ത് ലീഗ് ഒരുങ്ങുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. എന്താണ് പ്രസക്തി? തീർച്ചയായിട്ടും എന്നും മർദ്ദിത ജനവിഭാഗത്തോടൊപ്പം നിലയുറപ്പിച്ച ഒരു മഹാത്മാവിൻ്റെ ജന്മദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മർദ്ദിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് പലസ്തീൻ ജനതയാണ്. മാത്രമല്ല ഗാന്ധിജി എക്കാലവും പലസ്തീൻ ജനതയോടൊപ്പം ആ മണ്ണിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തോടൊപ്പം നിലയുറപ്പിച്ച ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യർ മുഴുവനും ഗസയിലെ മനുഷ്യരോടൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് യൂത്ത് ലീഗിൻ്റെ ഒരു ഐക്യദാർഢ്യം പലസ്തീനിലെ ഗസയിലെ ജനങ്ങളോടൊപ്പം നിലയുറപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരമൊരു സമരം സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല ഗാന്ധിജി ബഹിഷ്കരണ സമരം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക, ഗസയോടൊപ്പം നിലയുറപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഇന്ന് പ്രധാനമായി ഉയർത്തുന്നത്. എന്തായാലും വലിയ റാലി തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ റാലിയിൽ അണിനിരക്കുന്നത്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ബീച്ചിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്ലക്കാർഡുകൾ, അതായത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്ലക്കാർഡുകൾ, ഇസ്രായേലിൻ്റെ ഭീകരത വിളിച്ചു പറയുന്ന പ്ലക്കാർഡുകൾ, അങ്ങനെയുള്ള ഇന്ത്യയുടെ ഈ ഫലസ്തീനൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടിൽ നിന്നും വ്യതിചലിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ, നിരവധിയായ പ്ലക്കാർഡുകളും എഴുതിക്കൊണ്ടുള്ള റാലിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങളിലൊക്കെ തന്നെ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം വിളിച്ചോതുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, അതുപോലെ ഇസ്രായേൽ നടത്തുന്ന ഈ ഭീകര താണ്ഡവത്തെ എതിർത്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ, അങ്ങനെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധിയായ പ്രവർത്തകരാണ് ഈ റാലിയുടെ ഭാഗമായി ഇപ്പോൾ അണിനിരക്കുന്നത്. കോഴിക്കോട് ടൗണിലൂടെ നടന്നു പോയിക്കൊണ്ട് പിന്നീട് ഈ കോഴിക്കോട് ബീച്ചിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. ഏതായാലും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി മുസ്ലിം യൂത്ത് ലീഗിന് ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.